ചേച്ചി ചേച്ചിയെ പറ്റി എല്ലാരും ഇല്ലേ അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തു പറയുന്നു? ചേച്ചി ചെന്നൈ പോവാത്തോണ്ട് എല്ലാവർക്കും ടെൻഷൻ. ചേച്ചി പഠിക്കണ്ടേ ചേച്ചി? കൂടുതലങ്ങ് വലിയ ആളാവല്ലേട്ടാ. അതൊക്കെ വിട്. അത് വിടാനാ? എന്ത് വിടാൻ? എന്റെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം. അത് നിങ്ങൾ ആരും ഇടപെടണ്ട. മാസത്തിൽ ഒരിക്കലും ഞാൻ ചെന്നൈയിലോട്ട് വരാം. ചെന്നൈയുടെ പടിചോട്ടി പോരുന്നു നീ. ചെന്നൈക്ക് വരാൻ നിക്കണു. ശിവ എന്തിരിക്കണ? സമയം എത്രയെന്ന് കണ്ട? എന്തായാലും ഇനി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊന്നും പറ്റൂല. നീ ഒരു കാര്യം ചെയ്, ബസ് സ്റ്റാൻഡിൽ പോ. അവിടെ നിന്ന് നേരെ കോയമ്പത്തൂർ ബസ് കിട്ടും. എന്നിട്ട് കോയമ്പത്തൂർ ഇറങ്ങണം. എന്നിട്ട് അവിടെ നിന്ന് ചെന്നൈയിലോട്ട് ബസ് പിടിക്കണം. കറക്റ്റ് 10 മണിയാകുമ്പോൾ നിനക്ക് ക്ലാസ്സിൽ കയറാം. ഞാൻ പറയണ മലയാള ഭാഷ ഒന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ നിന്നെ വീണ്ടും വീണ്ടും വാതിനടുത്ത് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ പോകുന്നില്ല. പിന്നെ അത്യാവശ്യം ജീവിക്കാനുള്ള വിദ്യാഭ്യാസമൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. ഞാൻ അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളാം. പിന്നെ ഞാനിപ്പോ ഫ്രീ അല്ലേ. ഞാൻ ഇവിടെ അടുക്കളയിലോ കുട്ടുമാമന്റെ ഹോട്ടലിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചോളാം. കേശുവേ, അമ്മയും അച്ഛനെയും വീട്ടുകാരെയും അമ്മൂമ്മയും എല്ലാവരെയും വിളിച്ചു പറഞ്ഞോതെ. എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുവാണ്, ശിവ ഇന്നത്തോടു കൂടി പഠിത്തം നിർത്തി. ശിവ, ഇത് ചെറിയ വിഷയം അല്ല. നിന്റെ നല്ലതോർത്താണ് നമ്മൾ പറയണ. എന്റെ നല്ലതോർത്ത് ഇത്ര ഇവിടെ കിടന്ന് ആരും കഷ്ടപ്പെടണ്ട. ശിവാടി, ഞാൻ നിന്നെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയാണെന്ന് വെച്ചാൽ വിടാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ നിന്റെ കൂടെ ചെന്നൈക്ക് വരാം. അതാകുമ്പോൾ നമുക്ക് ബസ്സിൽ ഇരിക്കുമ്പോൾ ബോറടിക്കൂലല്ലോ. എന്നാ ഞാനും കൂടെ വരാം. വേണമെങ്കിൽ 2 ദിവസം അവിടെ നിൽക്കുകയും ചെയ്യാം. പിന്നെ നിന്റെ ഇഷ്ടപ്രകാരം നമുക്ക് മറീന ബീച്ചിൽ പോവാം. നിനക്ക് ചുട്ട ചോളം വാങ്ങിച്ചരാം. എന്ത് പറയണം? അത് മാത്രം ആക്കണ്ട. നീ രാത്രി ജനലിൽ കൂടെ നോക്കിയിരിക്കുമ്പോഴേ ഞാൻ 2 കയ്യിൽ നിറയെ സാധനമായിട്ട് ഓടി വരാം അതിൽ കൂടെ. അത് മാത്രമല്ല, നീ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുമ്പോഴേ നീ ജനലിൽ നിന്ന് വിദൂരതയിലൊക്കെ നോക്കുമല്ലോ. അപ്പോൾ ആ വിദൂരതയിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരാം. എന്ത് പറയണം? ഇതൊന്നും വേണ്ട. നിങ്ങൾ ആരും എനിക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുക്കാൻ വേണ്ട, കഷ്ടപ്പെടാൻ വേണ്ട. ശിവ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോകുന്നില്ല. ശിവ ഒരു തടവ സൊന്ന 100 തടവ സൊന്ന മാതിരി. നീ ആരാന്ന് നിന്റെ വിചാരം? വളർന്നിട്ട് ഇത്രയല്ലേ ആയോളൂ. അതിനിടയ്ക്ക് പഠിപ്പ് നിർത്തി എന്നുള്ള തീരുമാനമൊക്കെ എടുക്കാറായ? അച്ഛനും അമ്മയും ഇവിടെ ഇല്ലെന്നും പറഞ്ഞ അഹങ്കാരം എങ്ങാനും എടുക്കാൻ നിന്നാലുണ്ടല്ലോ ശിവ, നീ കൊണ്ടേ ഇവിടെ പോകത്തുള്ളൂ. കേശേ, അവളുടെ ബാഗ് എടുത്തേ. നീ വല്ല വള്ളത്തിലോ ഫ്ലൈറ്റിലോ തൂങ്ങി പിടിച്ചോ എങ്ങനെയെങ്കിലും പോയി. ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. പഠിപ്പ് നിർത്താൻ പറ്റൂല. ഇറങ്ങ്. എണീക്ക്. മര്യാദക്ക് എണീറ്റോ. വടി എടുപ്പിക്കരുത് എന്നെ കൊണ്ട്. എണീക്ക്. സ്ഥലം വിട്. ചേച്ചി എന്തായാലും വന്നതല്ലേ, 2 ദിവസം തന്നിട്ട് ഞാൻ പൊക്കോളാം. നീ ഇവിടെ വന്നിട്ട് മര്യാദയ്ക്ക് സംസാരിക്കുവായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ 2 ആഴ്ച നിർത്തിയേനെ. നിന്റെ അഹങ്കാരം അല്ലേ, ഒരു നിമിഷം പോലും നിൽക്കാൻ സമ്മതിക്കൂല. ഇറങ്ങിക്കോ. ലച്ചു, പാവം ലച്ചു. പോണാ മതിരിക്കും അവളുടെ കൂടെ. വേണ്ട വേണ്ട, ഞാൻ അമ്മായി തൂക്ക്. ഒറ്റയ്ക്കാ? ഞാൻ വരാം. നിക്ക്, തൂക്കൊന്നും വേണ്ട. ഞാൻ പൊക്കോളാം. ശിവ, എന്തോ പോണ്ടേ? എല്ലാ ദിവസം ചേച്ചി വിളിക്കാട്ടാ. മക്കൾ പോയിട്ട് ചെല്ലു. നിർബന്ധമാണോ? നിർബന്ധമാണ്. പോ. ക്ലാസ് കട്ട് ചെയ്യാൻ സമ്മതിക്കൂല. വിളിച്ചോ? ഇല്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.